പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച കാസർഗോഡ് കാദർബായി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി സീൻസ്. എന്തൊരു വിശപ്പ് ഉണ്ണി. ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് തരൂ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാ. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം ഒറ്റ വിചാരമുള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണം ഉണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. ആ വെളിയിൽ ഇറങ്ങട്ടെ. പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി, നീ പച്ചാളത്തോട് വേണ. പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ട, ഒന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ, ഹലോ, കലാദർശന. ഓ, അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനൽ ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയിന്ന്. ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയിന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ ശരിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ കൈ ഒടിഞ്ഞടാ, കൈ ഒടിഞ്ഞു. പിന്നെ വന്നോ കുരിക്ക്. കർത്താവേ, ഒന്ന് പതുക്കനെ കിടത്തടാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്റെ സ്ഥിതി. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാൻ? അയ്യോ, എടാ, പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചാ. ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീണ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എടാ, എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രി ആകണ്ടെന്ന് ഞാൻ നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തലിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ്, അങ്ങനെ നോവാൻ വഴിയിൽ. പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് കാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവനാ ഹിന്ദി പറയുന്നത് കേട്ട ഒരു പക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രൂപ്പ് നടത്തിയ ഞാൻ RIP ആയിപ്പോ. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുകയായിരുന്നു. സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായി സിന്ദാബാദ്. ഇനി നമ്മുടെ കാര്യം പോക്കാനടാ. അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാം മയ്യത്തായത് തന്നെ. അപ്പൊ നീ മലപ്പുറത്ത് മാമയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ല, അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷമം മേടിച്ചു എന്ന് ഒരു സമൂഹ ഭരണം നടത്തിയ നമ്മുടെ മയ്യത്തെങ്കിലും വീട്ടിലെത്തും. നിസാമേ, നീ വേണമെങ്കിൽ ചത്തോ. നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളതാ. അച്ഛൻ അറിഞ്ഞാണോ? ഇല്ലടാ, അച്ഛനെ അറിയിക്കാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാനുള്ള നിന്റെയൊക്കെ പൂതി മനസ്സിലിരിക്കട്ടെ. നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാനത് മരത്തെ കാണും. എടാ പൊട്ട, ഈ മരത്തിലല്ല,
നാളെ കണ്ണൂര് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ അറിയാതെ തലശ്ശേരിൽ ഒരു കളിയും കളിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വീല് പോയി എന്നൊക്കെ പറയാനല്ലേ നിങ്ങളെയൊക്കെ പ്ലാൻ? അതൊന്നുമല്ല, കണ്ടോ കാസർഗോഡ് കാതർബായി ജയിലിൽ ചാടി. എന്റെ കർത്താവേ, ഞാനിതാ പോണു. പെട്ടെന്ന് ഞാൻ ഈ പ്രോഗ്രാം പിടിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, അച്ഛന് കാശ് കിട്ടാൻ. അല്ലടാ മണ്ട, നീയൊക്കെ ചാകാതിരിക്കാൻ. ആ കാദർബായി പുറത്തിറങ്ങിയിരിക്കുക. 10-20 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കർത്താവ് കാണിച്ചു തന്നൊരു വഴിയായത്. നമ്മൾ തിരിച്ചെത്തുന്നതിനകം കാദർബായിയെ പോലീസുകാർ പിടിച്ചോളൂ. അല്ലച്ചോ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ? ഇതൊക്കെ എന്താ ആലോചിക്കാൻ? എന്ത് പറഞ്ഞാലും അവന് ആലോചന. കുറച്ചു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞൂടെ? അല്പം ആലോചിച്ചോണ്ട് എന്താ കുഴപ്പം? അതെ, ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? എടാ, എന്ത് കാര്യം തീരുമാനിക്കുകയും സ്വല്പമൊക്കെ ആലോചിച്ചിട്ട് വേണമെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇതിനൊക്കെ ഞാൻ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണോ? എനിക്കിതിനുള്ള നിർത്തി. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവോ? ആവോ അച്ചോ? എന്നാലും സാരില്ല, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. വന്നേ, ഞാനും നിങ്ങളോടൊപ്പം ദുബായിക്ക് വരുന്നു. ഞാൻ പറയുന്നു, ഈ പെയിന്റിംഗ് ഒക്കെ വളരെ ബോറായിട്ട് അച്ചോ. എന്താടോ? ഒന്നുമില്ല അച്ചോ. ഒന്നുമില്ലേ പോടോ. നിങ്ങൾ ദുബായി പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോവോ? എന്തിനാ? ഈ അറബികളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചാവുന്നതിന് മുമ്പ് ഒന്ന് നേരിട്ട് കാണണം അച്ചോ. താൻ്റെ അമ്മയ്ക്ക് അറബിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. മതി അച്ചോ. മരിക്കുന്നതിന് മുമ്പ് താണ്ടമ്മ ചേച്ചിട്ട് ഒരു ആഗ്രഹമല്ല അച്ചോ, അതങ്ങ് സഹായിച്ചു കൊടുക്കച്ചോ. ആ നോക്കാം. ഓ മമ്മൂട്ടി, ഓ, നീ മരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണോ നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് നരകത്തിൽ പോകുന്നതാണ് അച്ചോ ഇഷ്ടം. അതെന്താടാ മമ്മൂട്ടി? അവിടെ ആവുമ്പോ അച്ഛനും കൂടി ഉണ്ടാവുമല്ലോ. അയ്യോ, ആരോ വരുന്നുണ്ട്. ഈ ഉപ്പുമാവ് ഉണക്കലത്തിൽ നിന്ന് എനിക്ക് മടുത്തൂലേ. നാളെ മുതൽ ഇഡലിയും ദോശയും വേണമെന്ന് നമുക്ക് വാർഡിനോട് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് മാറാം. ഇവിടെ ഒരു വിസിറ്റേഴ്സിന് വരാൻ കൂടി സൗകര്യമില്ല. എക്സ്ക്യൂസ് മീ, അയ്യോ, മിമിക്രി നമ്പറൊന്നും വേണ്ട, വേറെ ആരും വരില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഈ കാൽപെരുമാറ്റം കേട്ടപ്പോ ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചൊരു മെമിക്രി നമ്പർ ഇട്ട് നോക്കിയത്. നടക്കട്ടെ നടക്കട്ടെ. കേട്ടില്ലല്ലേ? അടുത്തിരുന്നു. ലത നമുക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലേ. അയ്യോ അമ്മ, അയ്യോ അമ്മ വരുന്നു. വരാൻ പറയൂ. എന്റെ അമ്മേ. സാബിന്റെ അമ്മയല്ലേ എന്റെ അമ്മ. ആരുടെ അമ്മയെന്താണ്? ഞാനിപ്പോ ബാത്റൂമിൽ വിളിക്കാം. ബാത്റൂം ഇല്ല. പുറത്തോട്ട് പോവാം. എന്ത് ചെയ്യും? നമ്മൾ എവിടെ കെട്ടി തൂങ്ങും? ശരി, ഇവിടെ കിടക്കാം. ഇവിടെ കിടന്ന് അമ്മ കാണൂലേ? താഴത്ത് വിളിക്കാം. അയ്യോ അമ്മേ, സന്ധ്യ ഉണ്ടായിരുന്നു ഇവിടെ. എപ്പോ വന്നു? അത് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ മോളെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ഇന്ന് അമ്മയുടെ കാര്യം ഓർമ്മിച്ചതേ ഉള്ളൂ. ഞാൻ സന്ധ്യയോടും പറഞ്ഞു, അല്ലേ സന്ധ്യ? അതെ. എന്തൊരു ചൂടാ. കോഴിക്കോടേക്കാളും എറണാകുളത്ത് ചൂട് കൂടുതലാ അല്ലേ മോളെ? അതെ അതെ. അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ഞാൻ ഓഫീസ് ആവശ്യത്തിന് ഇവിടെ വരെ വന്നതാ. അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. നന്നായി. അമ്മ മദറിനെ കണ്ടോ? ഇല്ല മോളെ, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കേ. അയ്യോ, മദർ ഇപ്പൊ വെളിയിൽ പോവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് മദർ എപ്പോഴും പറയും. വാ അമ്മേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ചോദിച്ചു അമ്മ എപ്പോഴാ വരുന്നേന്ന്. വാ അമ്മേ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നീ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഇപ്പൊ വരാം. അതിനു മുമ്പ് ഒരു സീരിയസ് പ്രശ്നം കൈകാര്യം ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താ? കല്യാണം വേണ്ട. സാബുണ്ട് വന്നേ. സന്ധ്യ വരൂ. സാരമില്ല. അടുത്ത പ്രോഗ്രാമിന് മുമ്പ് നമുക്ക് ഇവരുടെ വിവാഹം നടത്തണം. എന്താ വരുന്നു കോമാളി? സാബുവിന്റെ കല്യാണത്തിന് അഡ്വാൻസ് ആയി എന്റെ സമ്മാനം. വേണ്ട, ഇതേപോലെ ഒരു പാവ എടുത്തോണ്ടെന്ന് നീ കുറെ നാൾ നമ്മളെ വെള്ളം കുടിപ്പിച്ചതാ. ഇതങ്ങനത്തെ പാവയല്ല. വേണ്ട വേണ്ട, പാവ കൊണ്ടുള്ള ഒരു കളിയും വേണ്ട. എല്ലാം പറയണേൾക്ക്.
അറിയാൻ പാടില്ലായിരുന്നോ. എന്റെ കർത്താവെ, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ, കുരിശു വരയ്ക്കടാ. എന്റെ ദൈവം.